ആർട്ടിക്കിൾ 14 എന്താണ്? എല്ലാവർക്കും ഈക്വൽ റൈറ്റ് റെസ്പെക്ട് ഓഫ് ദ ജെൻഡർ, കാസ്റ്റ്, റിലീജിയൻ, റേസ് എന്നൊക്കെ പറഞ്ഞാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇവിടെ വരുന്ന കമ്മീഷൻ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ അതിന്റെ ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആരും അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, either the central government or the state government. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? പൊളിറ്റിസൈസേഷൻ ഓഫ് ദ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒറ്റവാക്കി പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ഇറോഷൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ബാക്ക് സ്ലൈഡിംഗ് ആണ് നടക്കുന്നത്. അത് നടക്കുന്ന ഒരിടത്ത് ആർക്ക് നീതി കിട്ടും? ഞാൻ എന്റെ അനുഭവം പറയാം സാർ. ഞാനൊരു ഈ പറഞ്ഞ ഒരു 323 സെക്ഷൻ ഇട്ടൊരു കേസിലെ പ്രതിയാണ്. 2.5 വർഷം മുമ്പ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് വരേണ്ടിയിരുന്ന ദിവസം 2023 ഡിസംബർ 30 അവിടെ 2023 സാർ അന്ന് ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. 2023 ഡിസംബർ 30 എന്റെ പേരിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം CPI എന്ന പാർട്ടി നേരത്തെ കൂടി തീരുമാനിച്ച് പറഞ്ഞിരുന്നത്. ഡിസംബർ 15 എന്റെ പേരിൽ FIR വരികയാണ്. 2023 ഡിസംബർ 15 എന്റെ പേരിലിട്ട FIR 2022 സെപ്റ്റംബർ മാസം മരിച്ച ഒരു ഹിന്ദുവാണ്. അതുകൊണ്ട് ബോഡി ക്രിമേറ്റ് ചെയ്തപ്പെട്ട ആളാണ്. സ്വാഭാവികമായിട്ടൊരു കാർഡിയോളജി പേഷ്യന്റായിട്ട് സ്ട്രോക്ക് വന്ന് മരിച്ച ആളാണ്. അയാളെ ഞാൻ വീട്ടിൽ കയറി തല്ലിക്കൊല്ലുകയായിരുന്നു എന്നാണ് കേസ്. നോ പോസ്റ്റ്മോർട്ടം, നോ കംപ്ലൈന്റ്, നോ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ്, നത്തിങ്. ഒന്നുമില്ലാതെ എന്റെ പേരിൽ കേസ് എടുത്ത ആൾക്കാരുടെ പേരാണ് കേരള പോലീസ്. കേസ് നമ്പർ CC 202/2024. സാറിന് ഒരു പരാതി വരുമ്പോൾ അറിയണ്ടേ? FIR അറിയണ്ടേ? കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് സമൻസ് വരുമ്പോഴാണോ ഞാൻ അറിയേണ്ടത് ഞാൻ ഒരാളെ കൊന്നിട്ടിരിക്കുകയാണ്? IPC സെക്ഷൻസ് 34 ഉണ്ട്, 294B ഉണ്ട്, 323 ഉണ്ട്, 446 ഉണ്ട്, 506 ഉണ്ട്. ഇതിനകത്ത് അങ്ങനെ കോടതിയിൽ കുറ്റപത്രം ശേഷം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഞാൻ അറിയിക്കുകയാണ് ഞാനൊരു കേസിലെ പ്രതിയാണെന്ന്. എന്താണ് IPC 323 പ്രത്യേകത? ആ ഒരു വ്യക്തി 323 സെക്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എസ്കലേറ്റഡ് ടു 302 or 304. 302 മർഡർ, 302 is murder, 304 is culpable homicide amounting to murder. ഈ പറയുന്ന സെക്ഷൻസിലേക്ക് എസ്കലേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. എനിക്കുണ്ടാവുന്ന അവസ്ഥ അയോഗ്യയാക്കപ്പെടാം, പിന്നീട് മത്സരിക്കാതിരിക്കാൻ കിട്ടും, ജീവിതം തന്നെ അവിടെ അവസാനിക്കുന്ന സിറ്റുവേഷൻ. ഈ കേസ് ആരാണ്? അത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീയാണ് ഈ കേസ് ഇട്ടത്. കേരള പോലീസാണ്. കേരള പോലീസ് ഈ കേസ് ഇടുമ്പോ അവിവാഹിതയായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ജനപ്രതിനിധിയായിട്ടുള്ള ഒരുപാട് ടാഗ്ലൈൻസ് എന്റെ പേരിൽ ഇലക്ഷൻ സമയത്ത് പറഞ്ഞ അതേ പാർട്ടി തന്നെ അതിന്റെ പേരിൽ നിന്നോട് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്. കേരളത്തിൽ നിന്ന് നമ്മളൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോ ഏറ്റവും സെൻസേഷണൽ ആയിട്ട് പേരുണ്ട്. അയാൾക്ക് അയാളുടെ വ്യക്തിഗത നഷ്ടങ്ങൾ ആര് നികത്തും?